ഹായ് ഡിയേഴ്സ്, കിസാറ്റിൻ്റെ ബിടെക്കിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവരത് കൺഫേം ചെയ്യുക, എന്നിട്ട് ഫീസ് അടക്കുക. നമുക്കിപ്പോൾ 30-ാം തീയതി വരെയാണ് ഫീസ് അടക്കാൻ ടൈം തന്നേക്കുന്നത്. അതിനുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോകും. നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും, ഈ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോകും കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമുക്കിപ്പോൾ 30-ാം തീയതിക്കുള്ളിൽ എന്തായാലും കീമിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ നമുക്കറിയാമല്ലോ, ക്യുസാറ്റിൽ ഫീസ് അടച്ചാൽ അത് ഉടനെ തിരിച്ച് കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് ആ ഒരു എമൗണ്ട്, ഫുൾ എമൗണ്ട് നമ്മൾ അടച്ചത് കിട്ടുന്നതിനും ഫീ റീഫണ്ട് പോളിസി അവർ ഉടനെ തന്നെ ഇടുമായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ കിട്ടാനുള്ള റാങ്ക് കീമിനുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് നമുക്കിപ്പോൾ ഈ ഫീസ് അടക്കാനും 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. കീമിൻ്റെ റാങ്ക് നമുക്ക് അധികം താമസിയാതെ പബ്ലിഷ് ചെയ്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഓർക്കുക, ഇപ്പോൾ ഈ കിട്ടിയേക്കുന്ന അഡ്മിഷൻ നിങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങൾ സബ്സീക്വൻ്റ് ആയിട്ടുള്ള 1-2 അലോട്ട്മെൻറ്റുകളിൽ നിന്ന് നിങ്ങൾ പുറത്തായി പോകും. ഈ ഒരു സീറ്റ് നിങ്ങൾ ഉറപ്പാക്കി ഫീസ് അടച്ചാൽ മാത്രമാണ് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ അതുപോലെ തന്നെ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു കാര്യം ഈ ഇൻസ്ട്രക്ഷനിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത്, അത് ഞാൻ വായിക്കാം കേട്ടോ. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കീമിൻ്റെ റാങ്ക് ഉടനെ പബ്ലിഷ് ചെയ്യും, നിങ്ങളത് നോക്കിയിട്ട് വേണമെങ്കിൽ ക്യുസാറ്റിൻ്റെ എടുത്താൽ മതി എന്നുള്ളൊരു ചോയ്സ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. കാരണം കീമിൽ കുറേ കുട്ടികൾ അങ്ങനെ ഫീസിൻ്റെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എന്നുള്ള നിലക്ക് ചില കോളേജസ് നോക്കിയിരിക്കുന്നതും കൊണ്ടും. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അടിവരയിട്ട് പറയുവാണ്. ഇഫ് എ കാൻഡിഡേറ്റ് ഫെയിൽ ടു പേ ഫീ ബിഫോർ ദ സ്റ്റിപ്പുലേറ്റഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് ഇത് 30-ാം തീയതിയാണ്. 30-ാം തീയതിക്കുള്ളിൽ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടച്ചില്ല എങ്കിൽ ഓൾ ഓപ്ഷൻ ഓഫ് ദാറ്റ് കാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽഡ്. അതായത് നിങ്ങൾ കൊടുത്തേക്കുന്ന എല്ലാ ഓപ്ഷനും ആൻഡ് ഷീ ഓർ ഹീ വിൽ നോട്ട് ബി കൺസിഡർ ഫോർ സബ്സീക്വൻ്റ് അലോട്ട്മെൻറ്റ്. അപ്പോൾ കിട്ടിയതും പോകും, നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് കിട്ടിയതിന് മുകളിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ആയിട്ട് പോകും. എങ്ങനെയുള്ളവർക്ക്? ഇപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫീസ് അടക്കാത്തവർക്ക്. However, he or she can be participate in the real time admission if any. അപ്പോൾ അവർക്ക് റിയൽ ടൈം അഡ്മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അത് കിസാറ്റിൽ ഒന്നും കൂടി വിളിച്ചൊന്ന് കൺഫേം ആക്കിയേക്കാം. ഇൻസ്ട്രക്ഷൻ പറയുന്നത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാറുണ്ട്, അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് എടുത്തില്ലെങ്കിൽ അത് ക്യാൻസലായി പോകും. പിന്നെ നിങ്ങൾക്ക് ഫർദർ, എനിക്ക് തോന്നുന്നു കിസാറ്റ് ഇപ്പോൾ ഷെഡ്യൂൾ പറഞ്ഞപ്പോൾ 2 കണ്ടിന്യൂസ് അലോട്ട്മെൻറ്റും പിന്നെ റിയൽ ടൈം ആണെന്നാണ് പറഞ്ഞേക്കണേ. എനിക്കത് കറക്റ്റ് മെമ്മറിയിലില്ല. ഞാൻ ഷെഡ്യൂൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കിസാറ്റിൻ്റെ ഒരു ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സബ്സീക്വൻ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ഇന്ന് വന്നു, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ തേർഡ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാത്തവർ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാത്തവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കണേ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർ, അങ്ങനെ ക്യാൻസലായി പോകുന്നവർക്ക് പിന്നീട് റിയൽ ടൈം അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹവർ ഷീ ഓർ ഹീ ക്യാൻ ബി പാർട്ടിസിപ്പേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് അതായത് റിയൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സ്പോർട്ടിന് നമ്മൾ പറയുന്ന ഒരു പേരെന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ സ്പോർട്ടിന് മുമ്പ് ഒരു റിയൽ ടൈം എന്നുള്ള രീതിയിലും പിന്നീട് റിയൽ ടൈം എന്നുള്ള ഒരു ടൈറ്റിലുമാണ് ഇപ്പോൾ നടക്കുന്നത്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയുള്ളവർക്ക്? ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ട് അതെടുക്കാത്തവർക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ പിന്നെ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ നമ്മൾക്ക് ഈ സ്പോട്ടിൽ അല്ലെങ്കിൽ റിയൽ ടൈമിൽ വരുമ്പോൾ സീറ്റുകൾ വേക്കൻസി അനുസരിച്ചിട്ട് നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടുമായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഫീ സ്ട്രക്ചർ ഞാനത് പറഞ്ഞു പോയെന്ന് അറിയില്ല. നമ്മുടെ റാങ്ക് നോക്കിയില്ലേ, നമ്മുടെ കിസാറ്റിൻ്റെ കാറ്റ് റാങ്ക് നോക്കിയില്ലേ, അവിടെ ഡൗൺലോഡ്സിൽ ഫീ സ്ട്രക്ചർ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരുടെ ഫീസും, ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിലും ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിലും NRI ആണെങ്കിലും പിന്നെ SC/ST ഫീ കൺസെഷൻ ഉള്ള കാറ്റഗറി അവരാണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവരുടെ ഫീ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഫീസാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഫീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാം. നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ ഈവൻ GPay വരെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ചില അക്കൗണ്ടുകൾക്കൊരു ട്രാൻസാക്ഷൻ ലിമിറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ലിമിറ്റ്, ഒരു ദിവസം ഇത്ര രൂപയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ലിമിറ്റ് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും.
അപ്പോൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഉടനെ നിങ്ങൾക്ക് തന്നെ ശരിയാക്കാം. അല്ലാത്തവരത് ബാങ്കായിട്ട് കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. ചിലപ്പോൾ ചില സെക്യൂരിറ്റി റീസൺ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ടല്ലോ. 30-ാം തീയതിക്കുള്ളിൽ 30-ാം തീയതിയും കിട്ടും, ഉള്ളിൽ നിന്നല്ല 30-ാം തീയതിയും കൂടി ഉണ്ടാവും. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം പേയ്മെൻറ്റ് നടത്തി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ ക്രെഡിറ്റഡ് എന്ന് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് കാണിക്കുന്നുണ്ട്, ആ ഒരു നമ്മുടെ ഫീസിൻ്റെ ഇതിൽ ക്രെഡിറ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ വീണ്ടും ഫീസ് അടയ്ക്കരുത്, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് 24 hours ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം ബാങ്കായിട്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കിസാറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇനിയിപ്പോൾ ഫീസ് അടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് സക്സസ് ആണെങ്കിലും സക്സസ് ആയില്ലെങ്കിലും, മനസ്സിലായോ? അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. ടെമ്പററി അഡ്മിറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് അഡ്മിറ്റ് ചെയ്തേക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് ഫീസ് അടച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഫീസ് അടച്ചു, അത് ആക്സെപ്റ്റ് ആയി എന്നുള്ള രീതിയിൽ ഈ വർഷം എങ്ങനെയാണ് അതൊരു മെസ്സേജായിട്ട് കാണിക്കാമെന്നറിയില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾ ഫീസ് അടച്ച് ഉടനെ തന്നെ അത് കാണിച്ചില്ലെങ്കിലും കുറച്ച് നേരമെങ്കിലും കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 24 hours നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങളെ താൽക്കാലികമായിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തേക്കുന്നുണ്ടോ എന്നുള്ള ഒരു മെസ്സേജ് അവിടെ പ്രൊഫൈലിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മുടെ അഡ്മിഷൻ പെർമനൻ്റ് അല്ലെങ്കിൽ കൺഫേം ആവണത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി കഴിയുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് ഓക്കെ ആയി, ആദ്യത്തെ രീതിയിലുള്ള ആ ഒരു നമ്മൾ സീറ്റ് ഉറപ്പിച്ച് നമുക്ക് അഡ്മിഷൻ ഉറപ്പായി. പക്ഷേ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അഡ്മിഷൻ കംപ്ലീറ്റ് പെർമനൻ്റ് ആവുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കീമിലെ പോലെ പെട്ടെന്ന് ഫീസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്താൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു കോളേജിലേക്ക് പോകുമ്പോൾ ഫീസ് തിരിച്ചു കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ക്യുസാറ്റിൽ നിന്ന് നിങ്ങൾ ഫീസ് വാങ്ങിച്ചോട്ട് പോകാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വെച്ചാൽ അവിടെ ഫോർമാലിറ്റി അങ്ങനെയാണ്, അല്ലാതെ ഒരു ബുദ്ധിമുട്ടെന്നുള്ള ക്യുസാറ്റിനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ചെറിയ രീതിയിലുള്ള ഫോർമാലിറ്റീസ് ഉണ്ട്. സോ ക്യുസാറ്റിൻ്റെ ഫീസ് അടച്ചാൽ അത് തിരിച്ച് കിട്ടുന്നതും കുറച്ച് റീഫണ്ട് പോളിസീസ് കിസാറ്റ് ഫോളോ ചെയ്യേണ്ടത്, അത് ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേറൊരു അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പൈസയ്ക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അത് ക്യുസാറ്റായിട്ട് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ പോളിസി അവരിടുന്നതിന് മുമ്പ് നിങ്ങൾ ഫീസ് അടക്കുവാണ്, നിങ്ങൾ കീം കുറച്ചും കൂടി ബെറ്റർ ചോയ്സുകൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫീസ് ഒരു പ്രശ്നമായതുകൊണ്ട് കീം നോക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്യുക, ഫീസിനെ പറ്റിയിട്ടൊന്ന് കൺഫേം ചെയ്യുക കേട്ടോ. ഓക്കെ. അതെന്തായാലും പോളിസി അവരിടും, ആ പോളിസി അനുസരിച്ചിട്ടാണ് അവർ പോകുള്ളൂ. പിന്നെ ഒരു കാര്യം ഓർക്കുക, എളുപ്പത്തിൽ ഈ ഫീസ് വാങ്ങിച്ചിട്ട് ഇന്ന് നമ്മൾ അടച്ചു, നമുക്ക് നാളെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ ഈ ഫീസ് അടച്ചത് എടുത്തിട്ട് കീമിൽ പോയിട്ട് നാളെ പോയി ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കരുത്. അത്ര ഈസി ആയിട്ട് ഫീസ് കിട്ടണ ഒരു കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. ഫീസ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, പക്ഷേ അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു എക്സ്ട്രാ എമൗണ്ട് നിങ്ങൾ കരുതേണ്ടതായിട്ട് വരും. സോറി അങ്ങനെ പറയണേലെന്ന് കേട്ടോ. ഓക്കെ. അത് ഞാൻ നിങ്ങൾക്കൊരു അലേർട്ട് പോലെ പറഞ്ഞതാണ്. ചിലപ്പോൾ അങ്ങനെ ക്യുസാറ്റിൽ അടച്ച ഫീസ് ഉടനെ പോയിട്ട് വാങ്ങിച്ചിട്ട് കീമിലൊരു അഡ്മിഷൻ കിട്ടുമ്പോൾ അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കുറച്ച് എമൗണ്ട് എക്സ്ട്രാ നിങ്ങൾ കയ്യിൽ കരുതണം, കീമിലൊരു അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾ അടയ്ക്കാനായിട്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ക്യുസാറ്റിൽ അഡ്മിഷൻ എടുത്തേക്കുന്നവർ. ഓക്കെ. ഫീസ് തിരിച്ച് കിട്ടും, പക്ഷേ അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ കുറച്ച് പ്രൊസീജിയർ നിങ്ങൾ പ്രൊഫൈലിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അഡ്മിഷൻ അതുപോലെ ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ക്യുസാറ്റിൽ ഒരു അഡ്മിഷൻ എടുത്തു, ഇപ്പോൾ നിങ്ങൾ ഫീസൊക്കെ അടച്ചു അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് കീമിലൊരു അലോട്ട്മെൻറ്റ് വന്ന് അഡ്മിഷൻ ഉറപ്പായാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ക്യുസാറ്റിൽ വന്ന് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആ ഡേറ്റ് നിങ്ങൾ ആ ഒരു ക്യുസാറ്റിൻ്റെ റീഫണ്ട് പോളിസിയിൽ ഓരോ കാര്യങ്ങൾ മെൻഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ കീമിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വന്നിട്ട് ക്യുസാറ്റിൽ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഡേറ്റുകൾ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് കീമിൽ നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടി, അത് ഉറപ്പാണെങ്കിൽ, നിങ്ങൾക്ക് ഇനി ക്യുസാറ്റിൽ അഡ്മിഷൻ വേണ്ട എന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്, അത് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. കാരണം ആ ഡേറ്റ് നോക്കിയിട്ടായിരിക്കും അവർ ഫീ റീഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യണത്. മനസ്സിലാവണ്ടോ ചിലപ്പോൾ. അപ്പോൾ അതും ഞാനത് അങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പറയുന്നതാണ്. എനിക്ക് ഇവിടുത്തെ പോളിസിയൊന്നും അത്ര കറക്റ്റായിട്ട് ഓരോ വർഷത്തിൽ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെയും ഓർപ്പിച്ചിട്ടാണ് ഇങ്ങനെയും കാര്യങ്ങളുണ്ട് എന്നുള്ളത്. കാരണം കുറേ കുട്ടികൾ അങ്ങനെ ഡേറ്റ് വൈകിപ്പോയി ക്യാൻസലേഷൻ ചെയ്യുന്ന പ്രോസസ്സൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അഡ്മിഷൻ ഒരു സ്ഥലത്ത് ഉറപ്പായാൽ മറ്റേ സ്ഥലത്ത് ആദ്യം തന്നെ ക്യാൻസൽ ചെയ്യാം. മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കീമിലാണെങ്കിൽ നമ്മൾ നേരിട്ട് കോളേജിൽ പോയിട്ടാണ് നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ക്യാൻസലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ക്യുസാറ്റിൻ്റെ കേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ക്യാൻസലാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് ചെയ്യുക കേട്ടോ. ഓക്കെ. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ക്യുസാറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ, നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.
ഇനി ഇതിൽ വേറൊരു കാര്യം പറയുന്നത്, ഹയർ ഓപ്ഷൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് ഹു ഹാവ് പെയ്ഡ് ദ ഫീസ് വിത്തിൻ ദ ടൈം വിൽ സ്റ്റേ ഓൾ ലെയർ. അതായത് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ അലോട്ട് ചെയ്ത് കിട്ടിയാൽ ലോവർ ഓപ്ഷൻസ് എല്ലാം ക്യാൻസലായി പോകും, ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയാലും നിങ്ങൾ ഹയർ ഓപ്ഷനിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഫീസ് അടച്ചവരാണെങ്കിൽ അതിലും കുറഞ്ഞ ഫീസിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണമെങ്കിൽ ആ ഫീസ് വീണ്ടും റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തും. അതല്ല കൂടുതലായിട്ടുള്ള ഫീസിലേക്കാണ് നിങ്ങൾ വീണ്ടും അലോട്ട്മെൻറ്റ് വന്നേക്കണമെങ്കിൽ ആ ബാക്കിയുള്ള ഫീസ് അടച്ചാൽ മതി. വീണ്ടും ആ ഒരു എമൗണ്ട് അടക്കേണ്ട. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി പേ ചെയ്ത ആ ഒരു എമൗണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ കെട്ടണം എന്നുള്ളവർ അടച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 30-ാം തീയതിയാണ്. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇഫ് എനി വേക്കൻസീസ് ആർ അവൈലബിൾ ടു ഹയർ ഓപ്ഷൻ ദ ലോവർ ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ഫീസ് അടച്ചു, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കുമെന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ഓപ്ഷൻസും ഒക്കെ നോക്കിയിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുക കേട്ടോ. അത് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഈ അലോട്ട്മെൻറ്റ് വന്നിട്ടില്ലെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് മേ ബി ചിലർക്ക് വന്നേക്കാം. ഇനി ഓക്കെ, അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞേക്കണത്. പിന്നെ നിങ്ങൾക്കറിയാലോ, ഈ പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വൽ ഇൻറ്റിമേഷനൊന്നും അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് എടുത്ത കുട്ടികളാണെങ്കിൽ വെബ്സൈറ്റ് നോക്കണം, മെയിൽ ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഇടയ്ക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പ്രത്യേകം പറയണം, ഓർക്കുക, നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാലും പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് മെസ്സേജാണ് വന്നേക്കണേന്നുള്ളത് ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. അതായത് ആ ഒരു അഡ്മിഷൻ കാര്യങ്ങൾ താൽക്കാലികമായിട്ടെങ്കിലും ഓക്കെ ആവണം വരെയും ഓക്കെ കേട്ടോ. പിന്നെ ഓക്കെ, നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് കാര്യങ്ങളൊന്ന് പറയുന്നുണ്ട്. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ക്ലിക്കിംഗ് ദ കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ, അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് യു ഹാവ് ടു അപ്ലോഡ് ദ റിക്വയർഡ് സർട്ടിഫിക്കറ്റ്, ദെൻ ഓൺലി യു വിൽ ബി ഡയറക്റ്റഡ് ടു ഫീ പേയ്മെൻറ്റ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നിങ്ങൾ കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വേണം എങ്ങോട്ട് പോകാനായിട്ട്, ഈ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഫീ പേയ്മെൻറ്റ് പേജിലേക്ക് പോകാനായിട്ടെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക കേട്ടോ. യു ഹാവ് ടു എൻറ്റർ യുവർ ആധാർ നമ്പർ ആൻഡ് ദെൻ ക്ലിക്ക് ടു പേ ബട്ടൺ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആധാർ നമ്പർ ക്ലിക്ക് ചെയ്തിട്ട് വേണം പേ ബട്ടണിലേക്ക് പോകാനായിട്ട്. ഒന്നും കൂടി ഞാൻ സ്റ്റാർ ഇട്ട് പറയുവാണ്, നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൺഫേം അലോട്ട്മെൻറ്റ് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം അവിടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ കൊടുത്തിട്ട് വേണം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പേ ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം ഓർക്കുക കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാവർക്കും അത് അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ 5ാമത് പറഞ്ഞേക്കുന്ന കാര്യം കണ്ടോ, കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ചെക്ക് ദ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ആർ സക്സസ്ഫുൾ ആഫ്റ്റർ ദ പേയ്മെൻറ്റ് ഇൻ ദെയർ പ്രൊഫൈൽ. ആഫ്റ്റർ സക്സസ്ഫുൾ പേയ്മെൻറ്റ് ദ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് വിൽ ഷോ ഇൻ പ്രൊവിഷണലി അഡ്മിറ്റഡ്. അതായത് ടെമ്പററി എന്നല്ല, പ്രൊഫഷണലി, രണ്ടും ഒരു മീനിങ് ഏകദേശം വരുന്നത്. പക്ഷേ ഇവിടെ കാണിക്കുന്നത് പ്രൊഫഷണലി അഡ്മിറ്റഡ് എന്നാണ് കേട്ടോ. അതായത് ഫീസ് നിങ്ങൾ അടച്ചു കഴിയുമ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക, സക്സസ്ഫുൾ ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് പ്രൊഫഷണലി അഡ്മിറ്റഡ്, അതായത് താൽക്കാലികമായിട്ട് നിങ്ങളെ അഡ്മിറ്റ് ചെയ്തേക്കുന്നു എന്നുള്ള ആ ഒരു മെസ്സേജ് അവിടെ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞിട്ടും 24 hours അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും വന്നിട്ടില്ല എങ്കിൽ നിങ്ങളത് കിസാറ്റായിട്ട് കോൺടാക്ട് ചെയ്ത് അത് കൺഫേം ആക്കുക. എന്തെങ്കിലും, അതായത് 30-ാം തീയതിക്കുള്ളിൽ എന്തായാലും നിങ്ങളത്, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഉണ്ടല്ലോ പറഞ്ഞേക്കണം, അതിനുള്ളിൽ എന്തായാലും നിങ്ങളത് കൺഫേം ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു PTA ഫീസും DDF ഒക്കെ വരും. അതൊരു 3000 ഒക്കെയാണ് വരാറ്. അത് നിങ്ങൾക്ക് പിന്നീട് ക്ലാസ്സുകൾ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തോ ഒക്കെയാണ് സാധാരണ ഡിപ്പാർട്ട്മെൻറ്റിൽ അടയ്ക്കാനായിട്ട് പറയാറുണ്ട്. അത് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് സാധാരണ പറയാറില്ല. നിങ്ങളതൊന്നും നോക്കൂ. ഇവിടെ കൊടുത്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. ലേറ്റർ അറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ റിസീവ്ഡ് ഫ്രം ദ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടോ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു PTA ഫണ്ടോ DDF നിങ്ങളോട് കൊടുക്കാനായിട്ട് പറയുക കേട്ടോ. പിന്നെ നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട്, ഇപ്പം നമ്മളോട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലാൻ പറഞ്ഞിട്ടില്ല.
ഒരു പക്ഷേ 2 അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴാണ് സാധാരണ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലാനായിട്ട് ആദ്യത്തെ അലോട്ട്മെൻറ്റും രണ്ടാമത്തെ അലോട്ട്മെൻറ്റും കിട്ടിയവരോട് പറയാറ് കേട്ടോ. സാധാരണ അങ്ങനെയാണ് പറയാറ്. നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇൻസ്ട്രക്ഷൻ ആ ടൈമിൽ വരും ഇതുപോലെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലാനായിട്ട്. അപ്പോഴാണ് നിങ്ങൾ ചെല്ലേണ്ടത്. വെന്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും സെമിനാർ കോംപ്ലക്സ് അങ്ങനെ ആ ഒരു ബിൽഡിങ്ങിലായിരിക്കും. അത് ഞാനിപ്പോൾ പറയുന്നതല്ല പോകേണ്ടത്, നിങ്ങൾ ആ സമയത്ത് ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ സ്ഥലത്താണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 12th 10th TC, അതായത് ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള TCയും CCയും. ഏതെങ്കിലും റിസർവേഷൻസ് പറയുന്നുണ്ടെങ്കിൽ കമ്മ്യൂണൽ റിസർവേഷനോ സ്പെഷ്യൽ റിസർവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത്. പിന്നെ കേരളീയൻ ആണെന്ന് തെളിയിക്കാൻ നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് കേരള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാം, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി പ്രൂഫ് കൊണ്ടുപോവാം, അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഉള്ളവർക്ക് അത് കൊണ്ടുപോകാം കേരളീയനാണെന്ന് തെളിയിക്കാൻ. ഇപ്പോൾ നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിലും നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിലാണ് ജനിച്ചെങ്കിലും കേരളീയനായിട്ട് കണക്കാക്കും. അപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും നിങ്ങൾ അദ്ദേഹം തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം കേട്ടോ. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റിംഗ് നാഷണാലിറ്റി, അത് നമുക്കിപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ താഴെ ഇവിടെ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത്, അതായത് പ്രിൻ്റ് എടുത്തിട്ട് അത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഇവിടെ വരാറുണ്ട്. ആൻറ്റി റാഗിങ്, ആൻറ്റി ഡോവറി, ആൻറ്റി ഡ്രഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതിൻ്റെ ഫോമാറ്റും നിങ്ങൾക്കുണ്ട്. അതും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകാം കേട്ടോ. എന്നിട്ട് അത് പറ്റുമെങ്കിൽ ഫില്ല് ചെയ്തുകൊണ്ട് പോവുക. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇത്രയും പഠിച്ച കുട്ടികളല്ലേ, നിങ്ങൾക്കത് വായിക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അത് സൈൻ ചെയ്യുക. അവിടെ നിങ്ങളുടെ സൈൻ ചോദിച്ചിട്ടുണ്ടാവും. ചിലയിടത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ സൈൻ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അനുസരിച്ചിട്ട് സിഗ്നേച്ചറൊക്കെ ഇട്ടിട്ട് പോകുക കേട്ടോ. പിന്നെ പ്രത്യേകം ഓർക്കുക, നിങ്ങൾക്ക് കമ്മ്യൂണൽ റിസർവേഷനൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾക്ക് ഏത് റിസർവേഷനിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ചിലവരുടെ മാർക്ക് ലിസ്റ്റ് അവരുടെ ബോർഡുകാർ കൊടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആർക്കെങ്കിലും TC ഇഷ്യൂ ചെയ്ത് കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അഫിഡവിറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കൊണ്ടുവന്ന് തന്നേക്കാം എന്നുള്ളൊരു വെള്ള പേപ്പറിൽ അഫിഡവിറ്റ് എഴുതി കൊടുത്താൽ മേ ബി അത് സ്വീകരിക്കും. പക്ഷേ ഏതെങ്കിലും റിസർവേഷനിലാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയേക്കുന്നത്, ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അഡ്മിഷൻ ക്യാൻസലായി പോകും എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. പ്രത്യേകം എപ്പോഴും പറയാറുണ്ട്, കീമിലെല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് അലോട്ട് ചെയ്ത് തരുന്നത്. പക്ഷേ കിസാറ്റ് അങ്ങനെ വെരിഫൈ ചെയ്യുന്നത് ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ്. സോ കറക്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.